എനിക്കറിയുന്ന ഒരു ബിസിനസ്സുകാരുണ്ട്. ആൾ ഭയങ്കര സക്സസ് ആണ്. ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു എങ്ങനെ പോകുന്നു ലൈഫൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം, ഒരു ദീർഘനിശ്വാസം ആദ്യം എടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഞാനിതിലെത്താൻ വേണ്ടിയിട്ട് എടുത്തൊരു 10-15 വർഷമുണ്ട്. ഈ ഒരു വർഷമായിരുന്നു ശരിക്കും എൻ്റെ ജീവിതം. അതെനിക്ക് മിസ്സിങ് ആണിപ്പോൾ. ഇപ്പം എനിക്ക് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ എനിക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളും അധികം ആൾക്കാരും ഇതേമാതിരി ഒരു ട്രാപ്പിലാണ്. അപ്പം നാളെ എന്തൊക്കെയോ ആവും, അല്ലെ നാളെ അങ്ങനെ ആവണം എന്ന് കരുതിക്കൊണ്ട് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇന്ന് സന്തോഷിക്കാൻ പറ്റുന്ന കാരണം സന്തോഷിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരു വണ്ടി എടുക്കുന്നതും ബിസിനസ് ചെയ്യുന്നതും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല തന്നെയാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം നേടുമ്പോഴേക്കും മനുഷ്യന് മുന്നിൽ മറ്റൊരു ലക്ഷ്യം ഉണ്ടാവും. എന്തായാലും നമ്മളൊരു ലൈഫ് ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാന്ന് മാത്രമല്ല, നമ്മളത് പോകുന്ന സമയത്ത് അതിലുള്ള ഓരോ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തന്നെ തരണം ചെയ്ത് അത് ആസ്വദിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുന്നു. ഇന്ന് രാവിലെ നമ്മൾ കുടിച്ച ആ ചായയുടെ ടേസ്റ്റ്, അല്ല നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ ചിരി, ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ നമ്മൾ എന്തൊക്കെയോ നേടിക്കഴിയുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ആരില്ലാത്തൊരവസ്ഥ വരും. നമുക്ക് ഓർത്തിരിക്കാൻ നല്ലൊരു നിമിഷം പോലും ഇല്ലാത്തൊരവസ്ഥ വരും. ലൈഫിൽ എന്തായാലും ലക്ഷ്യങ്ങൾ വേണം, അത് നമ്മൾ നേടുകയും വേണം എന്ന് കരുതിക്കൊണ്ട് ഈ ഓരോ നിമിഷങ്ങളും ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ലൈഫിൽ വലിയ പരാജയമായിട്ട് മാറും. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലുള്ള ആളുകളെയും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ആസ്വദിക്കാനും മനസ്സിലാക്കാനും അതിൽ പങ്കുചേരാനും പറ്റുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ലൈഫ് ആസ്വദിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്.